ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ട്രേഡ്സ്മാനുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത എക്സാമുകളുടെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി അതിന്റെ മത്സരത്തിന്റെ ലെവൽ എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രേഡ്സ്മാൻ തസ്തികകളിലേക്കുള്ള കോമ്പറ്റീഷൻ ലെവലിന്റെ അസസ്മെന്റ് ആണ്. ആദ്യമായിട്ട് നമ്മൾ വെൽഡിംഗ് എന്ന് പറയുന്ന മേഖലയിൽ നിന്നുള്ളതാണ്. ഇതിന് PSCയുടെ അന്നത്തെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 136/2024 എന്ന നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഈ പരീക്ഷയുടെ ഡേറ്റ് എന്ന് പറയുന്നത് 17/2/2025 PSC നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ ഈ ഒരു ഡേറ്റിൽ തന്നെയായിരിക്കും PSC എക്സാം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി അധിക ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഏതാണ്ട് 60 ദിവസത്തിനടുത്ത് മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സാമിനേഷന് തയ്യാറെടുക്കാൻ വേണ്ടി കിട്ടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ മത്സരത്തിന്റെ തോത് എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്, അതായത് എക്സാമിനേഷന് മുമ്പ് മുഴുവൻ ആപ്ലിക്കൻസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 6976 പേരമാണ്. വളരെ ചെറിയൊരു നമ്പർ ഓഫ് ആപ്ലിക്കൻസ് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇതിന്റെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് 4536 പേര് മാത്രം. അതായത് നമ്മുടെ ഒരു ജനറൽ PSC എക്സാമുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് എത്രയോ ചെറിയ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് മത്സരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് മത്സരത്തിന്റെ തോത് വളരെയധികം താഴേക്ക് എത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. മാത്രമല്ല, അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു തസ്തികയിൽ നിങ്ങൾക്ക് നല്ല ഒരു റാങ്കിൽ എത്താൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു ദൃഷ്ടാന്തമാണ് നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു നമ്പർ. അതായത് കട്ട് ഓഫ് മാർക്ക് കുറയും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് ആദ്യത്തെ റാങ്കിൽ തന്നെ എത്താൻ പറ്റും എന്നുള്ളത് ഈ ഒരു നമ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയാണ്. കാറ്റഗറി നമ്പർ 137/2024 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷനിൽ എക്സാമിനേഷന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 27/2/2025 ആണ്. ഇവിടെ നമുക്ക് ഏതാണ്ട് 60-70 ദിവസങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്കായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരീക്ഷയെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. ഇനി നമുക്ക് ഈ ഒരു എക്സാമിനേഷന്റെയും മത്സരത്തിന്റെ ലെവൽ നമുക്ക് നോക്കാം. ഇവിടേക്ക് എത്തുമ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 5722 പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയും കൺഫർമേഷൻ നൽകാത്തവരുടെയും ഒപ്പം ആപ്ലിക്കേഷൻ നിരസിച്ചവരുടെയും എണ്ണം എടുത്തു കഴിയുമ്പോൾ ടോട്ടൽ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 3816 പേര് മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ചെറിയൊരു നമ്പർ ഓഫ് ആപ്ലിക്കൻസ് മാത്രമേ ഇവിടെയും ഉള്ളൂ. അതായത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ ആ ഒരു ദിവസങ്ങൾ, ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടേതാണ് എന്ന് കരുതി ഡെഡിക്കേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെയും ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ തന്നെ എത്താൻ പറ്റും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയല്ല നമ്മുടെ ലക്ഷ്യം ജോലിയാണ് എന്ന് ഓർത്തു വെക്കുക. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ആവരുത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് സ്കോറിൽ എത്തുക എന്ന് ഉള്ളതാണ്. മാക്സിമം ഒപ്റ്റിമം സ്കോർ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ട്രേഡ്സ്മാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേർണിംഗ് ആണ്. ടേർണിംഗിൽ എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത് 28/2/2025 തന്നെയാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 196/2024 ആണ്. ഇവിടുത്തെ ഒരു മത്സരത്തിന്റെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് ഇവിടെ ആപ്ലിക്കൻസ് തന്നെ 3259 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാത്തവരെ ഒഴിവാക്കി കഴിയുമ്പോൾ 2367 പേർ മാത്രമാണ് മത്സരത്തിനുള്ളത്. അത് അവർക്കും ഇതേ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു പറയുകയാണ്, ഏണസ് അക്കാഡമിയുടെ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു റാങ്ക് എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുക എന്ന ലക്ഷ്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും നല്ല ടെക്നിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ ഏണസ്റ്റ് അക്കാഡമിയിൽ ചേർന്ന് നിങ്ങളുടെ കോഴ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനിയുള്ള കോംപ്രിഹെൻസീവ് ഡേയ്സിനെ വളരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകുവാൻ. നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് നിങ്ങൾക്ക് എക്സാം വരെ ലഭിക്കുന്നതാണ്. മാത്രവുമല്ല, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കുന്നതിന് ലൈവ് പ്ലാറ്റ്ഫോം ഉണ്ട്. മാത്രവുമല്ല, വാട്സാപ്പ് പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഉണ്ട് എന്നുള്ളത്
കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ എക്സാമിനേഷനുകളിൽ ടെക്നിക്കൽ കോമ്പറ്റേറ്റീവ് PSC എക്സാമിനേഷനുകളിൽ ഏണസ്റ്റ് അക്കാഡമിക്ക് നേടിയെടുക്കാൻ പറ്റിയ ഉയർന്ന റാങ്ക് ഹോൾഡേഴ്സിനെയാണ് നിങ്ങൾ ഈ ഇമേജിൽ കാണുന്നത്. ഈ റാങ്ക് ഹോൾഡേഴ്സിനെ മാത്രവുമല്ല, ഈ വ്യത്യസ്തങ്ങളായുള്ള പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിനുള്ളിൽ ഏതാണ്ട് 40% മുതൽ 50% വരെ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസിനെ ഉൾപ്പെടുത്താൻ പറ്റി എന്നുള്ളതും ഏണസ്റ്റ് അക്കാഡമിക്ക് ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളും ഉണ്ടാകുമെന്നൊരു ഉറപ്പോടുകൂടി തന്നെ നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാഡമിയിൽ ധൈര്യമായി തന്നെ ജോയിൻ ചെയ്യാം. വരാൻ പോകുന്ന പരീക്ഷ നിങ്ങളുടേതാണ് എന്ന വിശ്വാസത്തിൽ തന്നെ തയ്യാറെടുക്കാം. അപ്പം കോഴ്സിനെ പറ്റി അറിയുന്നതിനും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായി താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.